ജനപ്രിയ ടെലിവിഷൻ കാഴ്ചാശീലത്തിന്റെ സുപ്രധാന ഘടകമാണ് സീരിയലുകൾ. റിയാലിറ്റി ഷോകളുടെ വരവും പോക്കും സീരിയലുകളെ ബാധിച്ചിട്ടുണ്ടോ? മലയാളിയുടെ സ്വീകരണ മുറിയിൽ സീരിയലുകൾ അവശേഷിപ്പിക്കുന്നത് എന്താണ്? സീരിയൽ രംഗത്തെ പ്രമുഖർ തന്നെ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം. ഓപ്പൺ ഫോറത്തിന്റെ ഈ ലക്കം ചർച്ചയിൽ പങ്കെടുക്കുന്നത് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ സീരിയൽ സംവിധായകൻ, ചലച്ചിത്ര സംവിധായകൻ ശ്രീ കെ രാജീവ്, ചലച്ചിത്ര ടെലിവിഷൻ നിരൂപകൻ, കന്യക മാസികയുടെ എഡിറ്റർ ഇൻചാർജ് ശ്രീ ചന്ദ്രശേഖരൻ, സീരിയൽ തിരക്കഥാകൃത്ത് സംവിധായകൻ ഉണ്ണി ചെറിയാൻ, സീരിയൽ രംഗത്ത് നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയായ അനു ജോസഫ്, ഒപ്പം അനീഷ് രവി, നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ സ്വീകരണ മുറികളിൽ സുപരിചിതനായ അഭിനേതാവ് അനീഷ് രവി, ഒപ്പം പതിവ് പോലെ പ്രേക്ഷകർ സീരിയലുകളെ സ്നേഹിക്കുന്നവരും ഒരുപക്ഷെ സീരിയലുകളെ വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ സീരിയലുകൾ നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ വീടുകളുടെ വളരെ നിർണായക ജനപ്രിയ കാഴ്ചയുടെ ഒരു ഘട്ടമായി തന്നെ നിൽക്കുമ്പോൾ ഇതേക്കുറിച്ചാണ് സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടുന്നത്. ശ്രീ രാജീവ്, സീരിയലുകൾക്ക് ഒരു വളർച്ചയുണ്ടായിട്ടുണ്ടോ ഗുണനിലവാരം പരിശോധിച്ചാൽ? ഞാനൊക്കെ സീരിയൽ തുടങ്ങുന്ന ദൂരദർശനിൽ നിന്നാണ്. അതിൽ നിന്നും ഇപ്പൊ ഒരു 10, 15, 16, 17, 18 വർഷത്തെ ഒരു വളർച്ച മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഞാൻ തന്നെ സ്വയം അത്തരം ഒരു പ്രതിസന്ധി സ്വയം അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. വളർച്ചയാണോ എന്ന് ചോദിച്ചാൽ മീഡിയകൾ വളർന്നിട്ടുണ്ട്, ടെലിവിഷൻ മീഡിയയിൽ ഒരുപാട് സീരിയൽസ് വളർന്നിട്ടുണ്ട്. അതിന്റെ നിലവാരം വളരുകയല്ല, തളരുകയാണ്, താഴോട്ട് പോവുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും രാജീവ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഒരുപക്ഷെ അത് ചിന്തിച്ചേക്കാം. കാരണം ഒരുപാട് സീരിയലുകൾ, പെയ്തൊഴിയാതെ, വേനൽമഴ, വിചാരിതം, സ്വപ്നം, ഓർമ്മ, ഈ റേഞ്ചിൽ നിന്നും താങ്കൾ തന്നെ കുറച്ചുകൂടി റേറ്റിംഗിന്റെ ഒരു റേഞ്ചിലേക്ക് മാറി ചിന്തിച്ച് സീരിയലുകൾ ഈ കാലത്ത് ചെയ്യുന്നു എന്നാണോ ഈ പറഞ്ഞത്? അങ്ങനെ പറയാൻ നിർബന്ധിതമാകുന്ന ഒരു പ്രഷർ എപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ അത് യാതൊരു സംശയമില്ല. ആ പ്രഷർ ഭയങ്കരമായി അനുഭവിക്കുന്ന, വളരെ കൂടുതൽ അനുഭവിക്കുന്ന ഒരാളാണ്. കാരണം ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം സംവിധായകന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു സീരിയലുകളിൽ. പകരം സംവിധായകനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരുന്ന റേറ്റിംഗിനെയാണ് നമ്മൾ ഭയക്കുന്നത്, ഡയറക്ടറുടെ വർക്കിനെയല്ല. ഏറ്റവും നല്ല കൂടുതൽ ഫുട്ടേജ് വർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ആളാണ് ഏറ്റവും നല്ല ഡയറക്ടർ, പ്രൊഡ്യൂസർക്ക്. ഏറ്റവും നല്ല സീരിയൽ റേറ്റിംഗ് കൂടുന്നതാണ് ഏറ്റവും നല്ല സീരിയൽ. ഇത് തീരുമാനിക്കുന്നത് ഇവരാരുമല്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിചിത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഈ രാജീവ് ഇങ്ങനെ ഒരു സീരിയൽ ചെയ്താൽ മതിയോ അല്ലെ ഇങ്ങനെ ഒരു സീരിയൽ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവരുടെ കൈകളിലാണ് റിമോട്ട് ഇരിക്കുന്നിടത്തോളം ഈ സീരിയല് ഇതിന്റെ വളർച്ച ഉദ്ദേശത്തിലെത്തുന്നതും താഴോട്ട് ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കും. ഏതാണ്ട് രാജീവൊക്കെ ഭയന്നാണ് ഓരോ എപ്പിസോഡും ചെയ്ത് മുന്നോട്ട്. യാതൊരു സംശയമില്ല, വളരെ ഭയന്നാണ്. റൈറ്റ്. ശ്രീ ചന്ദ്രശേഖരൻ, റിയാലിറ്റി ഷോകൾ വരുന്നു, പോകുന്നു, പുതിയ തരം റിയാലിറ്റി ഷോകൾ ഉണ്ടാകുന്നു. പക്ഷേ സീരിയലിന്റെ നിലനിൽപ്പ് അത് വളരെ കൺസിസ്റ്റന്റ് ആണ് മലയാള ടെലിവിഷൻ രംഗത്ത് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ മാസം മുതൽ കൈരളിയിലടക്കം വളരെ സജീവമായി സീരിയലുകൾ വന്നു തുടങ്ങി. ഏഷ്യാനെറ്റും സൂര്യയും വളരെ സജീവമായി ആ രംഗത്ത് നിൽക്കുന്നു. ആ കുത്തകയിലേക്ക് കൈരളി കൂടി ചേരുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് റിയാലിറ്റി ഷോകൾ വന്നും പോയും നിൽക്കുമ്പോഴും സീരിയലുകൾ മങ്ങാതെ നിൽക്കുകയാണ്. മങ്ങാതെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ റിയാലിറ്റി ഷോയുടെ ഒരു ബൂം വന്നത് തന്നെ സീരിയലുകൾക്ക് അല്പം ഒന്ന് കാഴ്ച കുറഞ്ഞപ്പോഴാണ്. പക്ഷേ ഇതൊരു സൈക്ലിക്, ഒരു ചാക്രികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കാരണം ആൾക്കാരുടെ ടേസ്റ്റ് മാറുന്നതനുസരിച്ചാണ്. സീരിയലുകൾ കണ്ടിട്ട് ഒരുപക്ഷെ മടുത്തിട്ടായിരിക്കും റിയാലിറ്റി ഷോയിലേക്ക് വന്നത്. റിയാലിറ്റി ഷോ ഏതാണ്ട് അതിന്റെ ഒരു സാച്ചുറേഷനിൽ, സൂപ്പർ സാച്ചുറേഷനിൽ എത്തിയപ്പോഴത്തേക്കും വീണ്ടും സീരിയലിലേക്ക് മടങ്ങുന്നതായിരിക്കും. പക്ഷേ സീരിയലിന്റെ ആണെങ്കിലും ശരിയെ, റിയാലിറ്റി ഷോയുടെ ആണെങ്കിലും ശരിയാണ്, അതിനകത്തൊരു പ്രശ്നം അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ. ഇപ്പം സീരിയലുകൾ തുടങ്ങുമ്പോൾ രാജീവ് പറഞ്ഞ പോലെ ദൂരദർശനിലൊക്കെ ആണെങ്കിൽ 13 എപ്പിസോഡ്, ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് 13 എപ്പിസോഡിൽ തീരുന്ന സീരിയലായിരുന്നു. അതിങ്ങനെ മെഗാ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക്, റിയാലിറ്റി ഷോ ആണെങ്കിലും ശരി തന്നെ, ആഴ്ചയിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ദിവസം 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം 6 ദിവസമായി അതിങ്ങനെ നീട്ടിപ്പരത്തുമ്പോഴാണ് ഈ ഒരു ക്വാളിറ്റി പ്രശ്നം സംഭവിക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് റിയാലിറ്റി ഷോയിലും സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചൊരു മടങ്ങിപ്പോക്കാണ്. നല്ല സീരിയലുകൾ വന്നു കഴിഞ്ഞാൽ അത് സക്സീഡ് ചെയ്യും. വീണ്ടും കാലം ചിലപ്പോൾ ഭാവിയിൽ തിരിഞ്ഞു വന്നേക്കാം. എലും ഉണ്ണി, താങ്കൾ കൈരളിക്ക് വേണ്ടി ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിസ്സാരം എന്ന് പറയുന്ന ഒരു സീരിയലിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ കെ രാജീവ് പറഞ്ഞതുപോലെ ഇന്നൊരു സീരിയലുമായി രംഗത്തേക്ക് വരുമ്പോൾ നേരിടേണ്ടി വരുന്ന ടെൻഷൻസ് എന്താ? അതോ ടെൻഷനൊന്നുമില്ലാതെ ടെൻഷൻ ഫ്രീ ആണോ? ഞങ്ങൾക്കുള്ളിടത്തോളം ടെൻഷൻ യാതൊരു കാരണവശാലും വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം
ഈ ബുധനാഴ്ച ടാം റേറ്റിംഗ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ ടെലിഫോൺ കോൾസ് ഉണ്ട്. അത് വരുമ്പോൾ ഓരോ ഫോണും വരുമ്പോൾ നമ്മൾ കൈവിറക്കുകയാണ്. അതാണ് അവസ്ഥ. ഇപ്പൊ ടാം റേറ്റിംഗിൽ ഒരു അല്പം താഴെ പോയിട്ടുണ്ടെങ്കിൽ ചാനൽ നമ്മളോട് ഒഴിവായി തരാൻ പറയും. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ടാം റേറ്റിംഗ് കൂടണം. ടാം റേറ്റിംഗ് കൂടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ നമുക്കത് ആലോചിക്കേണ്ടി വരും. അപ്പൊ രാജീവേട്ടൻ പറഞ്ഞ പോലെ നിലവാരം ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഇനിയിപ്പോ പ്രേക്ഷകരാണ് ഇത് തീരുമാനിക്കുന്നത് എന്തായാലും. അപ്പൊ നിലവാരം കുറയുന്നുണ്ടെങ്കിൽ തന്നെ അത് പ്രേക്ഷകരുടെ ഒരു കാഴ്ചപ്പാടിന്റെയാണ്. ഏതായാലും താങ്കളുടെ ഏറ്റവും പുതിയ സീരിയൽ വെച്ച് തന്നെ അതേക്കുറിച്ച് പരിശോധിച്ചാൽ കാര്യം നിസ്സാരമാണോ? ഒട്ടുമല്ല. കാര്യം നിസ്സാരം നമ്മുടെ ഒരു സ്ഥിരം സീരിയൽ ഫോർമാറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സീരിയലേ അല്ല. അത് ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും പേരിൽ തമ്മിൽ തർക്കിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. അവർക്ക് എല്ലാ കാര്യങ്ങളിലും രണ്ട് ഒപ്പീനിയൻ ഉണ്ട്. അതേസമയം അവർ തമ്മിൽ ഒരു വഴക്കുമില്ല. അവർ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാതൃകാ ദമ്പതികളാണ്. ഏതാണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നത് ഇതാണ് എന്നും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ അവർ ആസ്വദിക്കും നമ്മൾ ഇഷ്യൂസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇപ്പൊ ചവറിന്റെ സംസ്കരണം പോലെ, പാലിന്റെ വില കൂടുന്നത് പോലെ, അങ്ങനെയുള്ള ഒരു സ്ത്രീയാണോ പുരുഷനാണോ വീട്ടിൽ വലുത് എന്നുള്ള ചർച്ച, സാരി വേണോ ചുരിദാർ വേണോ എന്നുള്ള ചർച്ച, ഈ ചർച്ചകൾ കൊണ്ടുവന്ന് നമ്മളിതിന് രണ്ട് ആംഗിളും പറഞ്ഞ് തീർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു സീരിയലിന്റെ ഫോർമാറ്റിലല്ല അത് പോകുന്നത്. അനു, ഉണ്ണിച്ചെറിയാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾ സീരിയലിൽ ഭാര്യ ഭർത്താക്കന്മാരായി നിൽക്കുന്നു. ഒരു ചർച്ചയിൽ വന്നാൽ പോലും നിങ്ങൾ തൊട്ടടുത്തിരുന്ന് ആ സീരിയലിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് അതേ ടെമ്പോയോടുകൂടി ചിലപ്പോൾ സംസാരിക്കണമെന്ന് ഈ പ്രേക്ഷകർ ആഗ്രഹിച്ചേക്കാം. അതിന് എന്നെ കുറ്റം പറയരുത്. കാരണം നിങ്ങളുടെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വന്തം അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് തോന്നുന്നത്? കഥാപാത്രങ്ങളെ മലയാളികൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? അതിന്റെ ഒരു അനുഭവം ആക്ട്രസ് എന്ന നിലയിൽ അനുവിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് ആൾക്കാർ പറയായിരുന്നു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പം പ്രേക്ഷകരായ നിങ്ങൾ തന്നെ അവരെ ചീത്ത വിളിക്കാറുണ്ട്, അടിച്ചിട്ടുണ്ടെന്ന് വരെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി. ഉണ്ണി തന്നെ പറഞ്ഞത് കാര്യനിസ്സാരത്തിലെ കലഹിക്കുന്ന ഭാര്യയാണെങ്കിൽ നമ്മുടെ തലയണ മന്ത്രത്തിലെ കാഞ്ചന, ഉർവശി ഇന്നും നമ്മൾ ഓർക്കുന്ന ഒരു കഥാപാത്രം. ആളുകൾ വെറുക്കുകയല്ല ചെയ്യുന്നത്. ഇല്ല അല്ല, ആളുകൾ വെറുക്കുന്നുണ്ടെന്നല്ല, ഇപ്പൊ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെയല്ല, ഇതൊരു കഥയാണ്. പണ്ട് നോവൽ വായിച്ചുകൊണ്ടിരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് സീരിയൽ കാണുമ്പോൾ നാളെ എന്തായി എന്നുള്ള ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്തേക്ക് അതിനകത്ത് എന്ത് മെസ്സേജ് ഉണ്ട് എന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. കഥ കണ്ടുപോകുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഇവരൊക്കെ പറയുന്ന ഈ ടാം റേറ്റിന്റെ ടെൻഷൻസ് നിങ്ങളെ ബാധിക്കാറുണ്ടോ? സീരിയൽ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെയും ബാധിക്കാറുണ്ട്. കിട്ടുന്ന കാശ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനാണോ, കഥാപാത്രം ഇല്ലാതായി പോകുന്നതിന്റെ ടെൻഷനാണോ? രണ്ടും ഉണ്ടാവാം. രണ്ടിനോട് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ജോലിക്ക് വരുന്നത്. ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ പല സീരിയലുകൾ ചെയ്തു, മിന്നുകെട്ട് ചെയ്തു, അല്ലെങ്കിൽ കഥയറിയാതെ ചെയ്തു, വേഗത്തിൽ ഓർത്തു പറയുന്ന കഥാപാത്രങ്ങളാവാം ഇതിലേക്ക്. ഇതിനനുസരിച്ച് റേറ്റ് കൂടിയോ, പ്രതിഫലം കൂടിയോ? കൂടില്ലേ? തീർച്ചയായിട്ടും. ചോദിച്ച് മേടിക്കുന്നുണ്ട് ഇവരോടൊക്കെ. അത് സ്വാഭാവികമായിട്ടും ഒരു ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ പിന്നെ വിളിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് വന്ന ഒരു എമൗണ്ട് വെച്ചിട്ടല്ല നമ്മളെ പിന്നെ വിളിക്കുന്നത്. പ്രതീക്ഷയോടെയാണ് അവരും വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഡ്രസ്സിനൊക്കെ ഒരുപാട് കാശ് നിങ്ങൾ തന്നെ എക്സ്പെൻസീവ് ആകേണ്ടി വരുന്നുണ്ട്, സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് സിനിമയിൽ നിന്ന് ഭിന്നമായിട്ടല്ലേ? അതെ. അതൊരു സങ്കടം തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നത് തെറ്റില്ല രാജീവ്, അല്ലേ? നമ്മുടെ നടിമാരാണ് യഥാർത്ഥത്തിൽ സീരിയലുകളിലെ സൂപ്പർ സ്റ്റാറുകൾ. അനീഷിന് ചിലപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടായേക്കാം. അല്ല, കാര്യം കുഴപ്പമില്ല. കാരണം അത് നന്നായി വൃത്തിയായിട്ട് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രേക്ഷകർ നല്ലതാണെന്ന് പറയുള്ളൂ. ഈ ചോദിച്ചു മേടിക്കുന്ന കാശൊക്കെ ഫ്രെയിമിൽ കാണാനുണ്ടോ? അതൊക്കെ അവർ ഇതിലൊക്കെ അനുവിനെ വിഷമിപ്പിച്ച് ചോദിച്ചതല്ല ഞാനത്. നമ്മുടെ നടിമാർ സീരിയലുകളുടെ നെടുന്തൂണ് നടിമാരാണ് എങ്കിൽ, ആ കഥാപാത്രങ്ങളാണെങ്കിൽ അവർ പൂർണ്ണമായും അതിനോട് നീതി പുലർത്തുന്നുണ്ടോ? ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അനീഷേ, എങ്ങനെയുണ്ട് ഈ പറയുന്നതൊക്കെ? ഭയങ്കര ആക്റ്റീവായി, വളരെ സിൻസിയറായി, മേടിക്കുന്ന കാശിന് നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് വളരെ സിൻസിയറായി അനു അടക്കം ചെയ്യുന്നുണ്ടോ? അല്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ വേഷവിധാനത്തിൽ കൂടുതൽ ഭംഗിയോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സീരിയൽ കാണുന്ന വീട്ടമ്മമാരടക്കം അന്ന് ആ കുട്ടി ഇത്തിരി മോശമായി പോയല്ലോ എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഒരു വളരെ താഴ്ന്ന നിലവാരത്തിൽ താമസിക്കുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ പോലും അവർ മികച്ച വേഷം അണിഞ്ഞു വരുന്ന കാണാനാണ് സ്ത്രീകൾക്ക് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് ഈ സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് സംസാരിക്കുന്നവർ പോലും വളരെ അണിഞ്ഞൊരുങ്ങി ഭയങ്കര മേക്കപ്പ് ഒക്കെ ആയിട്ട് സാധാരണ പ്രേക്ഷകർ ഫുൾ മേക്കപ്പിലായിരിക്കണം. അല്ല, സാധാരണ പ്രേക്ഷകർ ഒരിക്കലും നിങ്ങൾ ഇന്ന് ചെയ്ത അഭിനയം നന്നായിട്ടുണ്ട്, നിങ്ങൾ പെർഫോം ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്ന സാരി നന്നായിട്ടുണ്ട്, ചുരിദാർ നന്നായിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളപ്പോ ക്യാരക്ടർ അല്ലേ ശ്രദ്ധിച്ച, അല്ല നിങ്ങളുടെ വേഷം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സീരിയലിന്റെ പേരിൽ ഓർണമെന്റ്സ് ഇറങ്ങുന്നുണ്ട്, സാരി, ചുരിദാർ. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു സീരിയൽ ഇപ്പോൾ, ആ സീരിയലിലെ പ്രധാന ഈ സ്ത്രീ കഥാപാത്രം ചെയ്യുന്ന ആള് ഉപയോഗിക്കുന്ന സാരി മാർക്കറ്റിൽ, ആ പേര് പറഞ്ഞ ആ ആളുടെ പേര് പറഞ്ഞ സാരി മാർക്കറ്റിലുണ്ട്.
അപ്പൊ കാര്യം നിസ്സാരമല്ല അനീഷേ. കാര്യം വളരെ പ്രശ്നം ഗുരുതരമാണ്. പക്ഷെ ഈ അനീഷ് റിയാലിറ്റി ഷോയിലും പോയി പ്രൈസ് മേടിക്കും, സീരിയലിലും വന്ന് കാശുണ്ടാക്കുന്നുണ്ട്. ഇത് ശരിയാണോ? നിങ്ങൾ അതാ പറഞ്ഞേ. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ താരോത്സവത്തിലെ വിന്നറായി, അതേസമയം സീരിയലും ഉണ്ട്. റിയാലിറ്റി ഷോയെ കുറ്റം പറയാൻ പറ്റില്ല, സീരിയലിനെയും കൂടുതൽ പുകഴ്ത്താനും പറ്റില്ല. അനീഷിന്റെ ഒരു അവസ്ഥ സങ്കീർണമാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് തീർച്ചയായും രണ്ടും സംതൃപ്തി തരുന്നതായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ രണ്ടും ചെയ്യാൻ താല്പര്യപ്പെട്ടത്. ഇനിയും ചെയ്യൂ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നാൽ വീണ്ടും ചെയ്യാനാണ് എന്റെ ആഗ്രഹം. ഏതായാലും സീരിയലിനെ കുറിച്ച് ഈ ആളുകൾ പങ്കുവച്ച നമ്മുടെ ഈ സീരിയൽ രംഗത്തെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നിട്ടാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, നിങ്ങളുടെ കാണുന്ന സീരിയലുകളെ കുറിച്ചുള്ള അഭിപ്രായം പറയാം, വിമർശനങ്ങളാകാം, ഇഷ്ടം തുറന്നു പങ്കുവെക്കാം. സ്വാഭാവികമായിട്ട് ഞങ്ങളൊന്നും സീരിയൽ കാണാറില്ല. കാരണം വികലമാക്കാൻ അതൊരു മോശപ്പെട്ട കാര്യമാണ്. അല്ല, സീരിയൽ കണ്ട് ഈ രാജ്യത്ത് എത്രയോ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കേരളത്തിനൊരു സംസ്കാരം നമുക്കറിയാം. ഇന്നലെ കുടുംബ ബന്ധങ്ങൾ ചേട്ട എന്ന് വിളിച്ചതിന് വരെ എടാ പോടാ എന്ന് വിളിക്കുന്ന കുടുംബ ബന്ധങ്ങൾ സീരിയൽ കണ്ടിട്ടാ? അതെ അതെ. വികലമാക്കപ്പെട്ട അമ്മായിയുടെ മുഖങ്ങളും മതസൗഹാർദ്ദതയുടെ പാരമ്പര്യം എത്തിക്കുന്ന കേരളത്തിന്റെ സംസ്കാരത്തിൽ മതം എന്ന വാക്കിന്റെ തെറ്റായ വ്യാഖ്യാനം എഴുതുന്ന എഴുത്തുകാരും ഉദരപൂരണത്തിന് വേണ്ടി മിക്കവാറും ഈ കഥയെ വലിച്ചു നീട്ടുന്ന എഴുത്തുകാരുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ശാപമായി. ഈ പുരുഷ കേസരിക്ക് വൈകുന്നേരം വീട്ടിൽ ഒരു സ്പേസ് കിട്ടുന്നില്ല. മനസ്സിലായോ? മാത്രമല്ല, ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട്. കാരണം ഞാൻ സംഗമത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ അവിടെ കിടന്നുറങ്ങുകയാണ്. ഒരു സ്കൂട്ടർ ഉണ്ട് അടുത്ത്. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് ചേട്ടാ ഒരു അല്പം മാറി കിടക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തരില്ല ഭാര്യ, കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല, ഇവിടെ റോഡിലും കിടക്കാൻ സമ്മതിക്കില്ല എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. നമ്മുടെ സീരിയൽ അത്രയും പോലെ